ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി കണ്ടല്ലോ, മിച്ചറാണ്. നല്ല നാടൻ മിച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാത്രം എടുത്ത് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാൻ 200 ml 2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ്, അത് ഒഴിച്ച് കൊടുക്കാം. മാവിനെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവിൻ്റെ കട്ടിക്കനുസരിച്ച് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാവുന്നവർക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയ മാവിൽ നിന്നും ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ വരുന്ന രീതിക്ക്, അതായത് മാവിൽ നിന്നും ഒരു 1/4 ഭാഗം ഇത്ര മതിയാവും. ഈ ഒരു ഭാഗം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് ലൂസ് ചെയ്തെടുക്കാം. നമ്മളുടെ മാവ് ഏകദേശം ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി അതേ മാവിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് കാരണം ഉപ്പിൻ്റെ ഒരു അളവും വ്യത്യാസം വന്നേക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു അളവിൽ വരുന്ന രീതിക്ക് നമ്മുടെ ബാറ്റർ മാറ്റിയെടുക്കാം. ഇനി നമ്മളുടെ മിച്ചറിൻ്റെ സേവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഹോളുള്ള സേവനാഴിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓയിൽ തടവി കൊടുക്കാം. ഇനി നമുക്ക് ഒഴിച്ച് വെച്ച മാവിനെ സേവനാഴിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ മിച്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ മാവിനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് പ്രസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബാറ്ററാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മറിച്ചിടാം. നമ്മളുടെ സേവ ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കൊന്ന് കോരിയെടുക്കാവും. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് മാവിനിങ്ങനെ ചുറ്റിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിനി അതിനൊന്ന് കോരി മാറ്റി വയ്ക്കാം. നമ്മൾ മിച്ചറിൻ്റെ ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഓട്ടയിലൊരു തവയിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങനെ ചുറ്റിച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് തന്നെ ആക്കി കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ മാറ്റി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതുപോലെ തന്നെ ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബൂന്തി ഇവിടെ നല്ല രീതിക്ക് ഒട്ടാതെ നല്ല ബൗൾ പോലെ നന്നായിട്ട് കിട്ടും. ഇനി നമുക്കിതിനൊന്ന് കോരി മാറ്റി വയ്ക്കാം. അടുത്തത് 3-4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി 4 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് അധികം കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പിലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി 3/4 കപ്പ് നിലക്കടലയാണ്, അതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ വറുത്ത കടല നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി 3/4 കപ്പ് പൊട്ടുകടലയിട്ട് വറുത്തെടുക്കാം. നമ്മളെല്ലാം അവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലൊരു വലിയൊരു തട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ തട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സേവയൊന്ന് കൈ കൊണ്ടൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ സേവ ഇവിടെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മൾ തയ്യാറാക്കിയ ബൂന്തി ഇട്ട് കൊടുക്കാം. അതിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വറുത്ത നിലക്കടലയും പൊട്ടിക്കടലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് ഇതേപോലെ നല്ലപോലെ എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സറിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സറിൻ്റെ മിക്സിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് എരിവിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനിയിപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഉപ്പൊന്ന് കുറച്ച്, ഞാനിവിടെ 1/4 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയാണ് അതിട്ട് കൊടുക്കാം. നല്ലപോലെ കൈകൾ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടയിൽ പോയിട്ട് മിക്സർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ മഴ സമയത്ത് നാളെ നാടൻ മിക്സറും കട്ടൻ ചായയും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ.
എല്ലാവരും മിക്സർ ഉണ്ടാക്കാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നാട്ടിൽ മിക്സർ എന്നാണോ പറയുക, മിക്സർ എന്നാണോ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്